ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ESP എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വാഹനങ്ങളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതും അതിന് കൊടുത്തിരിക്കുന്ന ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നുള്ളതുമാണ് എന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. വരും നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ESPക്ക് ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഒരു കാറിൻ്റെ ഒരു ചിഹ്നം കാണുന്നുണ്ടോ? ഒരു ഓഫ് എന്ന് എഴുതിയിട്ട് ഒരു കാറിൻ്റെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. അതാണ് ESPയുടെ സ്വിച്ച് കേട്ടോ. അത് ഡ്രൈവർ സൈഡാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ക്ലസ്റ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്ന ഒരു മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഒരു ESPയുടെ ഒരു ഒരു സിഗ്നൽ കാണുന്നത്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഫോം. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ESPയുടെ വാണിംഗ് ലാമ്പ് കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപകടത്തെ സൂചിപ്പിക്കുന്നു കേട്ടോ. അതായത് അപകടത്തെ തടയാൻ ESP സംവിധാനത്തിന് കഴിയില്ല എന്ന അറിയിപ്പാണ്. അപ്പോൾ ഡ്രൈവർ ഓടിക്കുന്ന ആൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ESP സംവിധാനമുള്ള മിക്ക വാഹന ഉടമകൾക്കും ഒരു സംശയമുണ്ട് കേട്ടോ. ഈ സ്വിച്ച് എങ്ങനെയാണ് ഓൺ ചെയ്യുക, എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സ്വിച്ചിൽ ഒരു 5 സെക്കൻഡ് ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവും കേട്ടോ. ഓഫ് എന്ന് ക്ലസ്റ്ററിൽ എഴുതി കാണിക്കും. ഇങ്ങനെയാണ് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ അത് റണ്ണിങ്ങിൽ തന്നെ ഇത് ഓഫ് എന്ന് എഴുതി കാണിക്കും ക്ലസ്റ്ററിൽ. വേറെ എല്ലാ സിഗ്നലുകളും അവിടെ ഓഫായിരിക്കും, വാണിംഗ് ലൈറ്റുകളും അവിടെ എല്ലാം ഓഫായിരിക്കും. ഇത് മാത്രമേ അവിടെ കത്തുള്ളൂ കേട്ടോ. ക്ലസ്റ്ററിൽ തെളിഞ്ഞ് കാണും. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു വീല് വെറുതെ കിടന്ന് കറങ്ങുന്നത്, വല്ല കുഴിയിലോ അല്ലെങ്കിൽ വല്ല ചളിയിലോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീല് കിടന്ന് ഫുള്ളായിട്ട് വെറുതെ കിടന്ന് കറങ്ങുന്നത്. ഈ ഒരു സംവിധാനം ഉള്ള വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ കിടന്ന് കറങ്ങില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോർക്ക് മറ്റുള്ള വീലുകൾക്കും കൊടുക്കും. ആ സമയം വണ്ടി പതുക്കെ അങ്ങോട്ട് കയറും, ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങില്ല. അതിനാണ് ഈ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് ഓഫ് ചെയ്യണതെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി ഇത് എങ്ങനെയാണ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളൊരു സിസ്റ്റം ഓഫ് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ESPയിൽ കണക്റ്റ് ആവും. പിന്നെ അത് ESP ഓണാണ്. ഇതിനൊരു സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഇതിനില്ല കേട്ടോ. അതായത് ESPക്ക് ഓൺ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്വിച്ച് ഇതിന് കൊടുത്തിട്ടില്ല. ഓഫ് എന്ന് പറയുന്നതിനൊരു സ്വിച്ച് മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.